ഈ പ്രപഞ്ചമെന്നാൽ എന്താണ് പാർത്ഥ? മാനവർ, ദാനവർ, പക്ഷിജാലങ്ങൾ, ജന്തുക്കൾ, കീടങ്ങൾ, മത്സ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഇവയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഏതെല്ലാം പദാർത്ഥങ്ങളിൽ നിന്നുമാണ് ഇവ ജന്മമെടുക്കുന്നത്? ഇവ ജനിക്കുന്നത് എങ്ങനെയാണ്? ഇവ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇവയെല്ലാം മൃത്യു വരിക്കുന്നത് എങ്ങനെയാണ്? മൃത്യുവിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഈ രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. മനുഷ്യന്റെ ദേഹം മണ്ണുകൊണ്ട് നിർമ്മിതമാണ് വാസുദേവ. ജലം അതിൽ രക്തരൂപത്തിൽ പ്രവാഹം നടത്തുന്നു. അഗ്നിയാൽ ദേഹത്തിന് താപമാനം ലഭിക്കുന്നു. അതുപോലെ ദേഹത്ത് ഹൃദയസ്ഥാനത്ത് ആകാശം പ്രകടമാകുന്നു. അതായത് ഭൂമി, വായു, ജലം, അഗ്നി, ഒടുവിൽ ആകാശം. ഈ പഞ്ചമഹാഭൂതങ്ങളാലാണ് ശരീരം നിർമ്മിതമായിരിക്കുന്നത്. അതിനർത്ഥം മഹാമയനും ഗുരുദ്രോണരും പൃഥ്വി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയെക്കാളൊന്നും ഉപരിയായവരല്ല. ധർമ്മജ്ഞാനികളും പഞ്ചമഹാഭൂതങ്ങളുടെ സൃഷ്ടിയാണ്. അധർമ്മജ്ഞാനികളും ഇപ്രകാരം തന്നെ.